മണി 10 ആയല്ലോ. ഇതെന്താ അസമയത്ത് ഇങ്ങനൊരു കളി? ഇളകിയതായിരിക്കും. കൂടെ കളിക്കുന്ന വിടങ്ങോരൻ ക്ഷീണിച്ചു. ഒരു നിക്കറും ബാറ്റും ഉണ്ടായിരുന്നെങ്കിൽ ഗോൾഡൻ ചാൻസാ. അതിന് എനിക്ക് ഷട്ടിലറിയാം. ഞാനിപ്പോ എന്തും കളിക്കുന്ന പരുവത്തില്ല. ശരി, ഒരു ബാറ്റ് നിക്കർ സംഘടിപ്പിച്ചാലോ? സിഗ്നൽ ക്ലബ് അടയ്ക്കാൻ പോകുന്നു. ഇറ്റ്സ് ഓൾറെഡി 10:30. ഓ, രക്ഷപ്പെട്ടു. ഹലോ മാഡം, നമസ്കാരം. എൻ്റെ ഫ്രണ്ടാണ് മിസ്റ്റർ മാധവൻ. അപ്സ്റ്റേറിലാ താമസം. ഓ ഐ സി. അതാണ് ഇന്നലെ അവിടെ ഒരു വെട്ടം വിളിച്ചൊക്കെ കണ്ടത്. എന്താ ഫ്രണ്ടിന്റെ പേര്? മാധവൻ. അടുപ്പമുള്ളവരെന്നെ മധു എന്ന് വിളിക്കും. എനിക്ക് അടുപ്പമായല്ലോ, ഞാൻ മധുന്നേ വിളിക്കും. എനിക്കും ചില പേരുണ്ട്. അടുപ്പുള്ളവരെന്നെ തങ്കൂന്ന് വിളിക്കുക. ആ മാധവൻ. എന്തോ? ഓ സോറി മധു, എന്ത് ചെയ്യുന്നു? ഞാനൊരു മ്യൂസിക് ഡയറക്ടറാണ്. ഓ മ്യൂസിഷ്യൻ, ഹൗ നൈസ്. പാടാൻ കഴിയ, വീണു മീട്ടാൻ കഴിയ, ശരിക്കും ദൈവത്തിന്റെ വരദാനമാണ് അതൊക്കെ. അപ്പൊ എനിക്ക് പാട്ട് കേൾക്കാൻ ഇനി ദൂരെ എങ്ങും പോണ്ട. ഓക്കെ, നൈസ് ടു മീറ്റ് യു. സമയമുള്ളപ്പോ ഇനിയും വരൂ. മധുവിന് ക്ലബ് മെമ്പർഷിപ്പ് ഉണ്ടോ? ഇല്ല, ഞാൻ ചേട്ടന്റെ ഗസ്റ്റ് ആണ്. ഇനി മധു എന്റെയും ഗസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോനെ, ഇവിടെ കാര്യത്തിൽ നീ ഒന്ന് ജയിച്ച് കിട്ടിയിട്ട് വേണം. എനിക്ക് ഒരുപാട് പദ്ധതികളുണ്ട്. സത്യം പറ, നിനക്ക് മധു എന്നൊരു പേരുണ്ടോ? എവിടെ? നീ എന്താ ആലോചിക്കുന്നേ? ഞാനൊരു പുതിയ പാട്ട് കമ്പോസ് ചെയ്യാണ്. കമ്പോസ് ചെയ്തോണ്ടേ ഇരിക്കും. ഗുഡ് മോർണിംഗ് സാർ. അപർണയില്ലാത്ത ഉണ്ട്. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ ഉള്ളോ? മണി 9 ആയല്ലോ. ഈ റൊട്ടിയും ജാമും തിന്ന് നീ അങ്ങ് ഉണങ്ങിപ്പോയല്ലോടി. ഭാനുവേട്ടൻ കഴിച്ചതാണോ? ഓ, എനിക്കിതൊക്കെ അങ്ങനെ മനസമാധാനായിട്ടിരുന്ന് കഴിക്കാൻ പറ്റുന്ന പരുവാണോ? നീ കഴിക്കേ. എന്താ ഈ വഴിക്ക്? ഒന്നും പറയണ്ട കുഞ്ഞെ, കാലക്കേടിന്റെ കാലവാ. അമ്മയ്ക്കാണെങ്കിൽ സുഖമില്ല. ബാത്റൂമിൽ വീണ പിന്നെ കിടന്ന് കിടപ്പ. എന്റെ ബിസിനസ് ആണേ നഷ്ടത്തിലുവാ. ഞാനതങ്ങ് പൂട്ടി. ആദ്യം ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങി, അത് പൂട്ടി. പിന്നെ അച്ചാർ കമ്പനിയായി. ഇപ്പതാ റെഡിമെയ്ഡ് ഷോപ്പും പൂട്ടി. ഇനി എന്താ അടുത്ത പ്ലാൻ? നീ എന്നെ വഴക്ക് പറയരുത്. ഒരു ഇലക്ട്രോണിക് ഷോപ്പ് തുടങ്ങാനാ ആലോചന. നല്ലൊരു ഷോറൂം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ 5 ലക്ഷം അഡ്വാൻസ് കൊടുക്കണം. ഓ, ലാഭമാണല്ലോ. അതെ, ഷോറൂം ഡെക്കറേഷന് 5 രൂപ, കമ്പനികൾക്ക് സെക്യൂരിറ്റി വെക്കണം, അതിനെല്ലാം കൂടി ഒരു 15 രൂപ. എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നേ? മൂലധനം ഇല്ലാതെ ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? അച്ഛന്റെ വിൽപത്ര പ്രകാരം 50 ലക്ഷം രൂപയാണ് ചെറിയമ്മയ്ക്ക് ഞാൻ കൊടുത്തത്. അതൊക്കെ ഇറക്കിയല്ലേ ഞാൻ ബിസിനസ് ചെയ്തത്. 10 പൈസ ബാക്കിയില്ല. വിൽപത്രത്തിൽ പെടാത്തത് ഞാൻ ചെയ്തില്ലേ? ഒരു വീട് തന്നു. ഇന്നത്തെ നിലയ്ക്ക് 40 ലക്ഷം രൂപയെങ്കിലും വില വരും. അത് സെക്യൂരിറ്റി കൊടുത്താൽ ബാങ്ക് ലോൺ കിട്ടില്ലേ? വീട് പണയത്തിലാന്നേ ബ്ലേഡ്. ഇനിയും ഞാൻ സഹായിക്കുന്ന കരുതിയാണോ ഭാനുവേട്ടൻ വന്നത്? അല്ലാതെ വേറെ ഒരു വഴിയില്ല മോളെ. ഹോസ്പിറ്റൽ റിനോവേഷൻ നടക്കുകയാണ്. പൈസയൊക്കെ ഞാൻ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തിരിക്കുക. എങ്കിലൊരു കാര്യം ചെയ്യും, നീ ഒന്ന് ജാമ്യം നിന്നാ മാത്രം മതി. ബാങ്കുകാരെ വളയ്ക്കുന്ന കാര്യം ഞാനേറ്റു. നടക്കില്ല ഭാനുവേട്ട. നിയമപ്രകാരം തരേണ്ടതും അതിലധികവും ഞാൻ തന്നു കഴിഞ്ഞു. ഓഹോ, നീ ലീഗൽ പോയിന്റ് പറയുകയാണോ? എന്റെ അമ്മ നിയമപരമായിട്ട് നിന്റെ അച്ഛന്റെ ഭാര്യയായിരുന്നു. രണ്ടാം ഭാര്യ എന്റെ അമ്മയല്ലല്ലോ. ഏത് ഭാര്യ ആയാലും സ്വത്ത് വീതം വെക്കുമ്പോ നേർപകുതി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഏതായി ഞങ്ങൾ? നിങ്ങൾ എന്റെ അച്ഛന്റെ മകനാണോ? അല്ലല്ലോ, രണ്ടാം ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മകൻ. അവകാശം ചോദിക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. ശങ്കേഴ്സ് ഹോസ്പിറ്റലിനെ 50 കോടി രൂപയെങ്കിലും വില വരും. അതിന്റെ പകുതി എന്റെ അമ്മയ്ക്ക് കിട്ടണം. പോയി കേസ് കൊടുക്കണോ? ഗെറ്റ് ലോസ്റ്റ്, യു ബ്ലഡി യൂസ്ലെസ്. ഓഹോ, നീ ഇംഗ്ലീഷ് ഇത്ര പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ? കേസും കോടതിയില്ലാതെ നിന്നോട് കാശ് മേടിക്കാൻ അരിക്കരാടി. വാച്ച്മാൻ, ഇയാളെ പിടിച്ച് പുറത്താക്കൂ. നീ വാച്ച്മാനെ വിളിച്ചു വരുത്തി എന്നെ പുറത്താക്കല്ലേ? നിനക്ക് അറിയില്ലടി എന്നെ. നീ സൂക്ഷിച്ചോ, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. എന്നെ വിടാൻ
ആരാ ഇവൻ? ചന്ദ്രബാനു. അത് ഡോക്ടറുടെ രണ്ടാനമ്മയുടെ മോനെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിലമ്പുണ്ടാക്കും. പിള്ളച്ചേട്ടാ, ഒരു നമ്പർ കാച്ചട്ടെ. എന്ത് നമ്പർ? ഹീറോയിസം. ഇവനെ അങ്ങ് പൂശ. എടാ, അവന് നല്ല തടിമെടുക്ക. ഞാൻ വാച്ച്മാന്റെ ബലം കണ്ടാ പറഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ റിസ്ക് കുറവാ. വാ. ഒറ്റയ്ക്ക് പോയാ മതി. നീയല്ലേ ഹീറോ. ആരെങ്കിലും കൂട്ടിൽ വിളിക്കുന്നത് മോശമാണ്. ഡേഞ്ചർ സിറ്റുവേഷൻ ആണെങ്കിൽ ഇടപെടാം. പിന്നെ തപ്പിച്ചു. ഞാൻ ഇനിയും വരെ അവളോട് പറഞ്ഞേക്കേ. രാമേന്ദ്രൻ പോകാൻ പറ്റേ? താനവിടെ നിൽക്കണം മിസ്റ്റർ. ആണുങ്ങളില്ലാത്ത വീട്ടിൽ വന്ന് ഷോ കാണിക്കുന്ന ഇടിച്ച് സിലിണ്ടർ ഇളക്കി കളയും. ബ്ലഡി റാസ്കൽ. ഡോക്ടർ അപർണ എന്ന് പറഞ്ഞ ആരാന്ന് വിചാരിച്ചിട്ടാ? ആതുര സേവന രംഗത്തെ ഡോക്ടർ ഫ്ലോറൻസ് നൈറ്റിംഗേലാ. ഡോക്ടർ ഫ്ലോറൻസ് നൈറ്റിംഗേൽ. അവരെ തൊട്ടാ ഞാൻ വെറുതെ ഇരിക്കത്തില്ല. ആ, തൽക്കാലം പൊയ്ക്കോ. മേലാലി ഏരിയ കണ്ട തൃപ്രയാർ മാധവനാരാണെന്ന് നീ അറിയും. ഇതെന്റെ പെങ്ങടെ വീടാ. നീ ആരാ? നിന്റെ അച്ഛന്റെ വീടാണെങ്കിൽ ഇടിച്ച് ഞാൻ കൊന്നുകളയും. ബ്ലഡി ഫൂൾ. അയ്യോ വേണ്ട സാറേ. വേണ്ട മധു, വിട്ടേക്ക്. അയാൾ പോട്ടെ മധു. നാട്ടുകാരറിഞ്ഞ എനിക്ക് തന്നെയാ കുറച്ചില്. ജസ്റ്റ് ലീവ് ഹിം മധു. ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ വിടുന്നു. പോ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്. എന്റെ കൺട്രോൾ തെറ്റുന്നു. രാമേന്ദ്രൻ, ഇയാളെ പിടിച്ച് പുറത്താക്കും. ഒന്ന് പോണം സാറേ, പോണം. ഇവനാണോടി നിന്റെ പുതിയ ആനക്കാരൻ തൃപ്രയാർ മാധവൻ? ആ പാവം പിടിച്ച ഡോക്ടറെ മോനെ നീ തല്ലിയിറക്കിയത് യവന് വേണ്ടിയായിരുന്നു അല്ലേ? ആണെങ്കിൽ നിനക്കെന്താണ് നഷ്ടം? അല്ല പിന്നെ ആനക്കാരന് പറ്റിയ പേരാടാ നിന്റേത്, തൃപ്രയാർ മാധവൻ. രണ്ടിനും കുത്തി കീറിക്കള ഞാൻ. ഇവിടെ സൊക്കുറ്റി അവനെ പിടിച്ചോ. നിന്നെ ഞാൻ പിടിച്ചാ നിന്റെ നല്ല കാര്യമാ. സോറി ഡോക്ടർ, കുറെ നേരമായി ഞാൻ മോളിരുന്ന് ഇയാളുടെ ഒച്ചപ്പാട് കേൾക്കുന്നു. ആദ്യമൊക്കെ പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഡോക്ടറെ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ കൺട്രോൾ പോയി. ശബ്ദം ലേശം കൂടിപ്പോയല്ലേ. ഐ എം റിയലി സോറി. നോ നോ, യു പെർഫെക്റ്റ്ലി ഇൻ ടൈം. ഈ സഹായം ഞാൻ മറക്കില്ല. എന്തായാലും പുതിയ അയൽവാസി കൊള്ളാം. സ്പോർട്സ്മാൻ, ഗായകൻ, ആപത് ബാന്ധവൻ. ഓക്കേ ദെൻ സീ യു. ബൈ ബൈ. മധു, എന്തോ? പിന്നെ ഒരു ചെറിയ കറക്ഷൻ. എന്താ? ഈ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഡോക്ടറല്ല, നഴ്സാ. ഈവനിങ് ക്ലബിൽ കാണാം. വരില്ലേ? വരാം. വരണം. വരും. ഓക്കേ ദെൻ സീ യു. ബൈ. ടേക്ക് കെയർ. See you. തന്റെ പെർഫോമൻസ് കലക്കി. എന്താ വല്ലതും നടക്കും? പലതും നടന്നു വരും. നിന്റെ കാര്യം ഒന്ന് നടത്തി കിട്ടിയിട്ട് വേണം എനിക്ക് നിന്നെ വെച്ചൊരു കളി കളിക്കാൻ. എന്നെ വെച്ച് പിള്ളച്ചേട്ടൻ എന്ത് കളി കളിക്കാൻ? അയ്യോ, നീയും അപർണയും കൂടെ ഒരു അങ്ങനെയൊക്കെ ആയാ പിന്നെ നീ പറയണത് അവൾ അനുസരിക്കില്ലേ? അനുസരിക്കണമല്ലോ. എന്താണ് ഞാൻ അനുസരിപ്പിക്കേണ്ടത്? അവരുടെ ആശുപത്രിയിൽ എന്റെ മരുന്ന് മാത്രമേ വാങ്ങാവൂ. ക്വാളിറ്റി ഇത്തിരി കുറവാണെന്നേ ഉള്ളൂ. സമയം ശരിയാണെങ്കിൽ മരുന്ന് വാങ്ങിയാലും രോഗം മാറും. അപ്പോൾ പേഷ്യൻസിന്റെ കാര്യം? പ്ലീസ്. ഈ കച്ചവടത്തിൽ എനിക്കെന്താ ലാഭം? വാടക ഫ്രീ. ഇന്ന് മുതൽ 10 പൈസ റെന്റ് തരണ്ട. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. ലക്ഷങ്ങളുടെ ബിസിനസ്സാ. പ്രോഫിറ്റിന്റെ 50-50. കോൾ അടിച്ചല്ലോ. അപ്പൊ ഇന്ന് മുതൽ അഡ്വാൻസ് ആയിട്ട് വാടകയുമില്ല, ഫുഡും ഫ്രീ. 10 രൂപ. അയ്യേ, ഇവൻ